എനിക്ക് എന്താ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത? എന്റെ മനസ്സെന്താ പിടിവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? പത്മിനി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. പക്ഷെ വരുണിനെ എനിക്ക് വെറുക്കാനും പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ, ഇവൾക്കുള്ളിൽ നിറയെ വരുണിനോടുള്ള സ്നേഹമാണ്. അതൊന്ന് തുറന്നു പറയാൻ ഇവൾക്ക് കഴിയണേ. അവരെ എന്നേക്കുമായി ഒന്നിച്ചു ചേർക്കണേ. ഏറ്റവും വലിയ നീതിമാന്റെ മുമ്പിൽ മോള് നിൽക്കുന്നത്. ഭഗവാന്റെ മുമ്പിൽ മോള് മനസ്സുരുക്കി പ്രാർത്ഥിച്ചില്ലേ? ഭഗവാൻ നിന്റെ മനസ്സിൽ തെളിയിച്ചു തരുന്ന ചിത്രം എന്താണോ അതാണ് ശരി. എന്താ മോളെ? ചേച്ചി, എനിക്ക് അതും കൂടി വേണം. ചേച്ചി, അതും കൂടി. എന്താ മോക്ക്? ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അത് എനിക്ക് തരോ? തരും. എന്നെ ഒരിക്കലും കരയിപ്പിക്കില്ലല്ലോ? ഇല്ല, മോളെ ചേച്ചി ഒരിക്കലും കരയിപ്പിക്കില്ല. മോളുടെ സന്തോഷം കഴിഞ്ഞിട്ടേ ചേച്ചിക്ക് എന്തോ ഉള്ളൂ. സത്യം? സത്യം. എന്നാ കൃഷ്ണന്റെ പേരില് സത്യം ചേച്ചി. അതെന്തിനാ? ചേച്ചിയെ മോൾക്ക് വിശ്വാസമില്ലേ? സത്യം ചെയ്യേ. കൃഷ്ണ ഭഗവാനാണ് സത്യം. ചേച്ചിക്ക് എന്ത് കിട്ടിയാലും അതെന്റെ പ്രിയങ്ക മോൾക്കുള്ളതാ. മോളെ, പ്രിയങ്ക മോളെ. അവളുടെ സന്തോഷത്തിനായിട്ട് ഞാനെല്ലാം വിട്ടുകൊടുക്കണം. അച്ഛനും അമ്മയും എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് അതാ പകരം കൊടുക്കേണ്ടത്. എനിക്കൊന്നും വേണ്ട. എന്താടാ? ഒന്നുമില്ല മുത്തശ്ശി. എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ള ആലോചന വീണ്ടും. ഇപ്പൊ ഞാൻ കാരണം അയാൾക്ക് സ്വസ്ഥതയില്ലാതായി.
സ്വസ്ഥതയില്ലാണ്ടാവും. നിനക്ക് സ്വസ്ഥതയില്ലാണ്ടായതെങ്ങനെ? അവളോടുള്ള പ്രേമം കൊണ്ടല്ലേ? അത് തന്നെയാ അവളുടെ അവസ്ഥ. നിന്നോടുള്ള പ്രണയം കൊണ്ട് അവൾക്കും സ്വസ്ഥതയില്ലാണ്ടായി. ഒന്നും മിണ്ടായിരുന്നു മുത്തശ്ശി. അയാൾക്ക് എന്നോട് അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ നീ പറയുമ്പോ പെണ്ണ് പ്രവർത്തിക്കില്ല. ഒരു നല്ല പെണ്ണ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യം നീ അവക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്ക്. അവള് പറയും നിനക്ക് വേണ്ടിയാ അവള് ജീവിക്കുന്നതെന്ന്. മനസ്സിലായോ? നിന്റെ ആഗ്രഹങ്ങളെക്കാൾ അവളുടെ അവസ്ഥകളെ ബഹുമാനിക്കാൻ പഠിക്കണം. ശരി മുത്തശ്ശി.